യുവതിയുടെ പരാതിയിൽ ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. സ്ത്രീത്വത്തെ അപമാനിക്കുക, സാമ്പത്തിക വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് പാലാരിവട്ടം പോലീസ് ഷിയാസിനെതിരെ എടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ ഷിയാസ് ഇതിനിടയ്ക്ക് തിരിച്ചൊരു പരാതി നൽകിയിട്ടുണ്ടല്ലോ, ഈ യുവതിയാണ് തന്നെ കബളിപ്പിച്ചതെന്നും പറ്റിച്ചതെന്നും എന്ന രീതിയിൽ. അതിലെന്താണ് യാഥാർത്ഥ്യം? ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഈ സാഹചര്യത്തിൽ വരാൻ കാരണം? രാജേഷ്, ഷിയാസിന്റെ ആരോപണം ഈ യുവതിയാണ് ഇത്തരത്തിൽ തന്നെ വഞ്ചിച്ചത് എന്നതാണ്. അത് ആദ്യ ഘട്ടം മുതൽ തന്നെ, ഈ പരാതി കഴിഞ്ഞ ദിവസമാണ് യുവതി നൽകിയത്. ആ സമയം മുതൽ തന്നെ ഷിയാസ് ഇത്തരത്തിൽ ഒരു പ്രത്യാരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ യുവതിയുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. തുടർന്ന് ഈ ഷിയാസ് ജിം തുടങ്ങാനായിട്ട് യുവതിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നതാണ്. ഏകദേശം 49 ലക്ഷത്തിലധികം രൂപയാണ് ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് യുവതിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഈ ജിം തുടങ്ങാനായിട്ട് 22 ലക്ഷത്തിലധികം രൂപ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ ഈ ബിസിനസ്സിൽ പാർട്ട്ണറാക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ പണം തിരികെ ചോദിച്ചപ്പോൾ യുവതിയുടെ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ഇവ പോൺ സൈറ്റുകളിൽ അടക്കം പ്രചരിപ്പിക്കും എന്ന് പറയുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്. മാത്രമല്ല, ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലെ ചാറ്റുകൾ, ഇവയൊക്കെ തന്നെ യുവതി ഈ പരാതിക്കൊപ്പം തെളിവുകളായിട്ട് പോലീസിന് നൽകിയിട്ടുമുണ്ട്. ഹൈക്കോടതി അഭിഭാഷക മുഖേനയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് ഇപ്പോൾ ഷിയാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഷിയാസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സമാനമായ രീതിയിൽ 3 വർഷം മുൻപ് ഷിയാസിനെതിരെ സമാനമായ രീതിയിൽ മറ്റൊരു യുവതി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് ഈ ഷിയാസിനെതിരെ ഉണ്ടായിരുന്ന കേസ്. അന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് ഷിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് മറ്റൊരു യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജേഷ്, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും പല രീതിയിലും പലർക്കെതിരെയും ഇതുപോലെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നിയമപരമായ നടപടിക്രമങ്ങൾ തുടരട്ടെ.